റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ബ്രിട്ടനിൽ വീടുകളിൽ പൂപ്പലിന്റെ വ്യാപനം തടയാൻ ലളിതമായ മാർഗം പരീക്ഷിക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. ശീതകാലത്ത് ജനലുകളിൽ രൂപപ്പെടുന്ന വെള്ളത്തുള്ളികൾ മൂലമാണ് പൂപ്പൽ വരുന്നതെന്നാണ് പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആസ്മയ്ക്കും കാരണമാകുന്ന ഈ പൂപ്പൽ തടയുവാൻ ജനലിന്റെ അരികിൽ ഉപ്പ് കൊണ്ടുള്ള ഒരു ചെറിയ ബൗൾ വെച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം. വായുവിലുള്ള ഈർപ്പം ആഗിരണം ചെയ്യാനാകും. അതിനാൽ ജനലിൽ വെള്ളത്തുള്ളികൾ പതിക്കുന്നതിന് മുൻപ് വായുവിലെ ഈർപ്പം പിടിച്ചെടുക്കും. ഉപ്പോ, കടൽ ഉപ്പോ, കല്ലുപ്പോ, സാധാരണ പാചക ഉപ്പോ, ഏതു തരത്തിലുള്ള ഉപ്പും ഉപയോഗിക്കാം. 2 ദിവസം കഴിഞ്ഞാൽ ഉപ്പ് ഈർപ്പം കൊണ്ട് അലുക്കുവാൻ തുടങ്ങും. അപ്പോൾ പുതിയത് മാറ്റിവെക്കണം. എന്നിരുന്നാലും വീട്ടിലെ ശരാശരി ഈർപ്പത്തിന്റെ അളവ് 74% കൂടുതലായതിനാൽ മാത്രമേ ഉപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. UK പ്രോപ്പർട്ടി മാർക്കറ്റ് വളർച്ചയിലേക്ക് തിരിച്ചു കയറുന്നു. സെപ്റ്റംബറിൽ UK പ്രോപ്പർട്ടി വിപണി വളർച്ച തിരിച്ചുപിടിക്കുകയായിരുന്നു. വീടുകളുടെ ശരാശരി വില 2,71,995 പൗണ്ടിലെത്തിയതായി നേഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റി പറഞ്ഞു. ഓഗസ്റ്റിൽ 0.1% താഴെ ശേഷമാണ് ഈ തിരിച്ചുവരവ്. ഇതിനു പുറമെ വാർഷിക ഭവന വില വളർച്ച 2.1% നിന്നും 2.2% വർദ്ധിച്ചു. ഭവന വിപണിയിൽ ഇപ്പോൾ സ്ഥിരത പ്രകടമായിട്ടുണ്ടെന്നും ബിൽഡിംഗ് സൊസൈറ്റി ചീഫ് എക്കണോമിക്സ് റോബർട്ട് ഗാർഡനർ പറഞ്ഞു. ഇപ്പോൾ വീട് വാങ്ങാൻ അംഗീകരിക്കപ്പെടുന്ന മോർഗേജുകളുടെ എണ്ണം പ്രതിമാസം 65,000-നടുത്ത് എത്തിയിട്ടുണ്ട്. മഹാമാരിക്ക് മുൻപുള്ള ശരാശരി അടുത്താണ് ഇത്. ചൈൽഡ് ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾ 2 കുട്ടികളിൽ ഒതുക്കുന്ന 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ് എടുത്തു കളയുവാൻ ചാൻസലർ റേച്ചൽ റീവ്സ് ഒരുങ്ങുന്നു. പകരം ഒരു ടോപ്പർ സിസ്റ്റം കൊണ്ടുവരും. വരുന്ന ബജറ്റിൽ ഇതിനായി പാർട്ടി MPമാരും മന്ത്രിമാരും ചാൻസലർക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണിത്. നവംബർ 26 അവതരിപ്പിക്കുന്ന ബജറ്റിലായിരിക്കും ക്യാപ് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ചാൻസലറുടെ പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് കരുതുന്നത്. 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ് മൂലം മാതാപിതാക്കൾക്ക് 2017 ശേഷം ജനിച്ച 3ാമത്തെ കുട്ടിക്കായി യൂണിവേഴ്സൽ ക്രെഡിറ്റോ ചൈൽഡ് ടെക്സ് ക്രെഡിറ്റോ അവകാശപ്പെടുവാൻ കഴിയില്ല. അതിനു പകരമായി അധിക ബെനിഫിറ്റുകൾ 3-4 കുട്ടികൾക്കായി പരിമിതപ്പെടുത്തുവാനാണ് റീവ്സിന്റെ വകുപ്പ് ആലോചിക്കുന്നത്. അതിനു പകരമായി ആദ്യ കുട്ടിക്ക് പരമാവധി ആനുകൂല്യങ്ങളും പിന്നീടുള്ള കുട്ടിക്ക് കുറവ് ആനുകൂല്യങ്ങളും ഒരു ടേപ്പർ സിസ്റ്റം കൊണ്ടുവരുവാനും പദ്ധതിയുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. UPയിലെ ബറൈലിയിൽ ഇരുവിഭാഗങ്ങൾക്കിടയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ 48 മണിക്കൂർ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി. ശനിയാഴ്ച വൈകിട്ട് 3 വരെയാണ് നിരോധനം. ഐ ലവ് മുഹമ്മദ് പോസ്റ്റർ ക്യാമ്പയിന്റെയും ദസറ ദർഗപൂജ ആഘോഷങ്ങളുടെയും സാഹചര്യത്തിലാണ് സംഘർഷാവസ്ഥ. ഘോഷയാത്രകൾ നടക്കുന്നതിനാൽ കടുത്ത ജാഗ്രത വേണമെന്ന് പോലീസിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സ്ആപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വർഗീയ വികാരം ഇളക്കിവിടുവാനുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് ഇന്റർനെറ്റ് നിരോധിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. സംഘർഷ സാധ്യതാ പ്രദേശങ്ങളിൽ ലോക്കൽ പോലീസിന് പുറമെ സായുധ പോലീസ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നിവയെ നിയോഗിച്ചിട്ടുണ്ട്. ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തി. ഇന്ത്യ പാക് അതിർത്തി മേഖലയായ ഗുജറാത്തിലെ സർ ക്രീക്ക് കേന്ദ്രീകരിച്ച് സൈനിക വിന്യാസം നടത്തുന്ന പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു തെറ്റായ നീക്കത്തിനും കനത്ത വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സർ ക്രീക്ക് മേഖലയിലെ ലഖി നാല സൈനിക കേന്ദ്രത്തിൽ വിജയദശമി ദിനത്തിൽ ജവാന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1965 യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ലാഹോറിൽ വരെ എത്തിയതെന്ന് ഓർമ്മിപ്പിക്കുന്നു. കറാച്ചിയിലേക്കുള്ള റോഡ് സർ ക്രീക്കിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഈ 2025 പാകിസ്ഥാൻ ഓർക്കണം. സ്വാതന്ത്ര്യത്തിന് 78 വർഷത്തിനിപ്പുറവും പാകിസ്ഥാൻ സർ ക്രീക്കുമായി ബന്ധപ്പെട്ട തർക്കം ഉയർത്തുകയാണ്. പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുവാൻ ഇന്ത്യ നിരവധി തവണ ശ്രമിച്ചതാണ്. എന്നാൽ പാകിസ്ഥാന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ ഇപ്പോൾ സർ ക്രീക്കിന് സമീപം പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന പ്രവൃത്തികളെ അവരുടെ ഉദ്ദേശം വെളിപ്പെടുത്തുകയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വീട്ടമ്മയുടെ കാൽവിരലുകൾ സമ്മതമില്ലാതെ മുറിച്ചു മാറ്റിയതായി പരാതി. കുത്തിയതോട് കിഴക്കേ മുഖപ്പിൽ സീനത്തിന്റെ വിരലുകളാണ് തിങ്കൾ ഉച്ചയോടെ മുറിച്ചു നീക്കിയത്. ബന്ധുക്കൾ സൂപ്രണ്ടിനും DMAയ്ക്കും പരാതി നൽകി. കാലിൽ ആണി കയറിയതിനെ തുടർന്നാണ് സെപ്റ്റംബർ 29 സീനത്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായത്. 30 ഡ്രസ്സ് ചെയ്യാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോഴാണ് തള്ളവിരലിനോട് ചേർന്നുള്ള 2 വിരലുകൾ മുറിച്ചു മാറ്റിയതായി ബന്ധുക്കൾ പറഞ്ഞത്. രോഗിയോടോ കൂട്ടിരിപ്പുകാരോടോ ഒന്നും അറിയിക്കാതെയാണ് വിരലുകൾ മുറിച്ചതെന്നും ഇവർ പറയുന്നു. ഇനി കായിക വാർത്തകൾ. ഓസ്ട്രേലിയക്കെതിരായ യൂത്ത് ടെസ്റ്റിൽ ഇന്ത്യ അണ്ടർ-19 ടീമിന് വമ്പൻ വിജയം. ഇന്നിംഗ്സിനും 58 റൺസിനുമാണ് ഇന്ത്യൻ യുവതാരങ്ങൾ ഓസ്ട്രേലിയയെ തകർത്തെറിഞ്ഞത്. 185 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ ഓവർസീസിനെ 127 ചുരുട്ടിക്കെട്ടി. 4ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റുകൾ വീതം സ്വന്തമാക്കിയ ഖിലാൻ പട്ടേൽ, ദിബേഷ് ദേവേന്ദ്രൻ സഖ്യമാണ് ഓസ്ട്രേലിയയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. കിഷൻ കുമാറും അൻമോൾജിത് സിംഗും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. സ്കോർ ഓസ്ട്രേലിയ 243-127. ഇന്ത്യ 428. 44 പന്തിൽ 43 റൺസ് അടിച്ച ആര്യൻ ശർമ്മയാണ് 2ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.53 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.